വെൽക്കം ടു ലിസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ ബുറാക് ഡാം കഴിഞ്ഞിട്ട് റോഡ് സൈഡിൽ കാണുന്ന ഒരു ചെറിയ ഹട്ട് പോലത്തെ സംഭവം. ശരിക്കും വാദിയായിരുന്നു. ഒരു മാസം മുമ്പ് വെള്ളം പറ്റി. അപ്പോൾ ചൂടുകാലം കാരണം വെള്ളം പറ്റി കിടക്കുവാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ആനി, അപ്പോൾ തന്നെ കുറച്ച് ഫാമിലീസും വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് ഫുഡ് അടിക്കുക. അതാണ് നമ്മുടെ ഫുഡ് കുക്ക് ചെയ്ത് രാത്രിക്കുള്ള ഫുഡ് കുക്ക് ചെയ്ത് ഇവിടുന്ന് എല്ലാരും കൂടെ കഴിച്ചിട്ട് പോകാനാണ്. So without any further, let's get into the video. ഈ ഈന്തപ്പന മരങ്ങളും നല്ല പച്ചപ്പുള്ള സ്ഥലം. ചുറ്റിലും മരങ്ങളാണ്. ഇതില് ശരിക്കും എന്താ പറയാ, വെള്ളമുള്ള സമയത്ത് ഫുള്ള് വെള്ളമായിരിക്കും. പിന്നെ നല്ല നല്ല ഹട്ടുകൾ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് ബാർബിക്യും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓരോരുത്തരായിട്ട് ഇറങ്ങുന്നുണ്ട്. സ്ഥലത്തിനെ കുറിച്ചിട്ടുള്ള ഫുട്ബോളിനെങ്കിൽ നല്ലതായിരുന്നു. കുറച്ച് വെള്ളം കൂടി ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായാണ്. അത്രേ നമ്മൾ ഉദ്ദേശമുള്ളൂ. വെള്ളം വരുന്ന പ്രതീക്ഷിക്കാം. അവര് കനാല് തുറന്നു വരുന്ന പറഞ്ഞു. അവിടേക്ക് പോവാ. അപ്പൊ ഗൈസ് നമ്മള് മോളിത്ത ഭാഗത്തുനിന്ന് ഹട്ടിന്റെ അവിടുന്ന് താഴേക്ക് ഇറങ്ങി. ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ട് ഇറങ്ങി. അതിന്റെ താഴെ ശരിക്കും വെള്ളമുള്ള സ്ഥലമാണ്. പക്ഷെ ഇപ്പം ചൂടുകാല കാരണം എല്ലാം പറ്റി കിടക്കാണ്. അതിന്റെ ഇവിടെ കുറെ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് കയറാം. അത് കഴിഞ്ഞ് നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇതാ നമ്മുടെ വൈഫ്. അതൊക്കെ എടുത്ത് വാ. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണ്? ഇന്ന് ചിക്കൻ പാൽമുക്കി, പിന്നെ ഉള്ളത് മീൻ പൊള്ളിച്ചത്. അത് 2 ടൈപ്പാണ് കേട്ടോ. ഒന്ന് നമ്മള് മാങ്ങ മാങ്ങ പച്ചമുളക് വേപ്പിന്റെ ഇല ലേശം മഞ്ഞപ്പൊടി ഇട്ട് അരച്ചത്. പിന്നെ സാധാരണ നമ്മുടെ മുളകും നാടൻ ഉള്ള രീതിയിൽ അങ്ങനെ 2 ഫിഷാണ്. അപ്പൊ അതിന് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ ചിക്കൻ ഉണ്ടല്ലോ, ഫുൾ ചിക്കൻ വേറെ ഉണ്ട്. 4 ടൈപ്പാണ് വിഭവം. അപ്പൊ നമ്മുടെ ലോക്ക്ഡൌണിന് ശേഷം ഞങ്ങളുടെ ആദ്യത്തെ ഒരു ഔട്ടിംഗ് ആണല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഞങ്ങളിപ്പോ നല്ലൊരു പ്രകൃതി, നല്ല സൗന്ദര്യമായിട്ടുള്ള സ്ഥലമാണ്. എന്താ പറയാ, കാണലും കിളികളുടെ സൗണ്ടും നാട്ടിലെത്തിയൊരു ഫീലിംഗ് എന്ന് പറയില്ലേ, അതാണ് ഇതിന്റെ പ്രത്യേകത. ഇപ്പൊ നമ്മുടെ ചെറിയൊരു കാട്ടില്, കുറ്റിക്കാട്ടിൽ ആളോട് വന്നിട്ടുണ്ട്. റോജിക്ക് എന്താണ് പറയാനുള്ളത്? വാ
നല്ല അടിപൊളി സ്ഥലമാണ്, ആ നല്ല ഗ്രീനറി ഉള്ള സ്ഥലമാണ്. പിന്നെ പോട്ടെ, അവിടെ വെള്ളം തൽക്കാലം വെറ്റി കിടക്കാവുന്നുള്ളൂ, അത്രമാത്രം പ്രശ്നമുള്ളൂ. വെള്ളം കൂടി ഉണ്ടെങ്കിൽ സംഭവം ഇട്ടിക്കാച്ചാണ്. ഒരു ഏരിയയാണ്. തീർച്ചയായിട്ടും നമുക്ക് അടുത്ത പ്രാവശ്യം ഉണ്ടല്ലോ, ഈ മഴ ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ ഒരു മഴ വരുന്ന സമയത്ത് ഒരു ട്രിപ്പും കൂടി എന്തായാലും വരണം. കാരണം വെള്ളത്തിന്റെയും കൂടി ഒന്ന് കാണാണ്ട്. അതെ അതെ, ഒന്നും കൂടിയും വെള്ളം ഉണ്ടെങ്കിൽ സൂപ്പറായിരുന്നു. കാരണം നമുക്ക് അവിടെ ഇരുന്ന് സുഖമായിട്ട് ഭക്ഷണം പാകം ചെയ്യാം. പക്ഷെ ഇങ്ങനെ ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാലും അതിന്റെ കാഴ്ച വേറെ തന്നെയാണ്. അതെ അതെ, അവിടെ ചുറ്റിലും മരങ്ങളാണ്, ചുറ്റിലും മരങ്ങളാണ് നമ്മുടെ. ഫോട്ടോ എടുപ്പ് സെഷൻ കഴിഞ്ഞു. ഒരാളവിടെ അടുത്ത ഫോട്ടോ എടുക്കുന്നു. ഒരു മരത്തിന്റെ ഇടയിൽ നിന്നിട്ട് വലിയ ഫോട്ടോ എടുക്കുന്നതാണ്. ആദ്യത്തെ പരിപാടി ചിക്കൻ പൊള്ളിച്ചതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സിജുവിന്റെ വക നമ്മുടെ പച്ചമാങ്ങയിൽ പൊള്ളിച്ച മീൻകറിയാണ് നമ്മൾ മീൻ വറുത്തത് ഉണ്ടാക്കാൻ പോവാണ്. പച്ചമാങ്ങയും മുളകും അതാ കണ്ട ഓ ഉണ്ടല്ലേ. ഇത് പച്ചമാങ്ങ അരച്ച് പിന്നെ പച്ചമുളക് വേപ്പില ഇതൊക്കെ കൂടിയിട്ട് ഉണ്ടാക്കിയത്. ഇത് നമ്മുടെ നാടൻ മസാല. മാറ്റി നമ്മുടെ അടുത്ത സാധനം ഇത് ചിലപ്പോൾ രണ്ടു നോക്കിട്ടില്ല. കഴിഞ്ഞു മീൻ പൊള്ളിക്കാണോ.
സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ഈ വീഡിയോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ തൊട്ടടുത്തുള്ള bell icon കമന്റ് ബോക്സിലേക്ക് അറിയിക്കുക. So, this is your friend Tony signing off from this episode of Lisha. നിങ്ങൾക്ക് ഒരു സന്തോഷം നമുക്ക് എല്ലാവർക്കും ബൈ.